ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇതിനു മുമ്പ് വന്നതാണ്, എന്നാൽ ഈ ഒരു അപ്ഡേറ്റ് അധികം ആരും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി ഒരുപക്ഷെ അറിയാത്ത കൂട്ടുകാർ ഇപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത്തരത്തിൽ അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വാട്സപ്പിൽ വന്ന ആ ഒരു അപ്ഡേറ്റ് ആണ് മെൻഷൻ സ്റ്റാറ്റസ് എന്നത്. അതായത് നമുക്കറിയാം, നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ സാധിക്കുന്നതാണ് അല്ലേ. അത്തരത്തിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുക്കാമെന്നും അത്തരത്തിൽ മെൻഷൻ ചെയ്ത് കൊടുത്ത സംഭവം ആ ഒരു വ്യക്തിക്ക്, അത് റീച്ച് ചെയ്ത വ്യക്തിക്ക് എങ്ങനെ റീമെൻഷൻ ചെയ്യാമെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ ഇടാം. ഞാൻ തൽക്കാലം ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇമേജ് സ്റ്റാറ്റസ് ആക്കാൻ പോവുകയാണ്. അത് സ്റ്റാറ്റസ് ആക്കുന്നതോടൊപ്പം തന്നെ നമുക്കിത് മെൻഷൻ ചെയ്യാനും സാധിക്കുന്നതാണ്, ആർക്കെങ്കിലും ഇത് മെൻഷൻ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, അപ്പം അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കാണോ ഈ ഇത് മെൻഷൻ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ആക്കാൻ പോകുന്ന ആ ഒരു ഇമേജ് ആർക്കാണോ മെൻഷൻ ചെയ്യേണ്ടത് ആ ഒരു കോണ്ടാക്ട് ഇതുപോലെ ചൂസ് ചെയ്യാം. അതിനുശേഷം ടിക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിക്ക് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടി ഇവിടെ സെൻഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാറ്റസ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ അത് സ്റ്റാറ്റസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് റിസീവ് ചെയ്ത വ്യക്തിക്ക് ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് റിസീവ് ചെയ്ത വ്യക്തിക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് എന്തോ ഒരു മെൻഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുക്കാം. നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ഇത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ടു സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ സെൻഡ് എന്നത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി മാറ്റണമെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഷെയർ ഫ്രോം മെൻഷൻ എന്ന് പറഞ്ഞിങ്ങനെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതും ഇതുപോലെ ഇന്നാടയിൽ നിന്ന് നമ്മളിത് മെൻഷൻ ചെയ്തതാണെന്ന് അവർക്ക് കണ്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് നമ്മുടെ വാട്സപ്പിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ മെൻഷൻ ചെയ്ത് കൊടുത്ത് ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിന് റീച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.